നിങ്ങളാരും ഇതുവരെ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത ഒരു പപ്പടം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ബിമ്പിടി പപ്പടം. നോർത്ത് സൈഡിലാണ് ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഗോതമ്പ്, ജവാരി എന്നിവ 4 ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കുക. എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായി അരച്ചെടുക്കുക. അതിൽ ഉപ്പ്, എരിവിന് വേണ്ടി ചില്ലി ഫ്ലെക്സ് വരെ നമുക്ക് ചേർക്കാം. അത് നന്നായി വേവിച്ചെടുക്കുക. അടുപ്പിൽ വേവിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് അത് ഒരു തുണിയിൽ വെച്ച് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കാനും ഇതേപോലെ മറിച്ചിട്ട് ഉണക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അതെല്ലാം എന്നെ പഠിപ്പിച്ചു തന്നത് നമ്മുടെ ആയിയും അമ്മുമ്മയും കൂടെയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബിമ്പിടി പപ്പടം. ഇത് നോർത്ത് സൈഡിലാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ കഷ്ടപ്പാടാണ്, എങ്കിലും ടേസ്റ്റിയാണ് കേട്ടോ. ഓരോരോ പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനായിട്ട് ഇവിടെ വന്നിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ പരത്തുമ്പോഴാണേലും ആ ചൂടുള്ളത് കൊണ്ട് നമ്മുടെ കൈ പൊള്ളും കേട്ടോ. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ കൈ മുക്കിയാണ് പരത്തിയെടുക്കുന്നതും അതുമാത്രമല്ല, ആ വെയിലത്തിരുന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ വെയിൽ അതിലും നല്ല വെയിലല്ലേ. ഈ പൊള്ളുന്ന വെയിലത്ത് നമ്മുടെ അമ്മുമ്മയാണ് ഇതിന് കൂടുതൽ നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് കണ്ടോ, ഈ തുണിയിൽ ഉണ്ടാക്കി പപ്പടം ഉണക്കാനായിട്ട് വച്ചിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ പരത്തിയെടുത്തത് മറിച്ചിടുകയാണ്. ഇത് ഉണങ്ങിയെടുക്കാനായിട്ട് 2 ദിവസത്തെ നല്ല വെയിൽ കൊള്ളണം കേട്ടോ, എങ്കിലാണ് അത് നന്നായിട്ട് ഉണങ്ങിയെടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഈ പപ്പടം കണ്ടിട്ടുണ്ടോ? ഇഷ്ടമായെങ്കിൽ പറയൂ.